ഗൈസ്, ഇന്നത്തെ സംസാര വിഷയം ഫെബ്രുവരി 2026 ഗ്രാഫിക് കാർഡിൻ്റെ പ്രൈസസ് എവിടെ വരെ എത്തി. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. RTX 5090 ലേറ്റസ്റ്റ് പ്രൈസ് 4.45 lakhs ആൻഡ് റൈസിങ്. ചില സ്ഥലത്ത് 4.6 lakhs പോകുന്നുണ്ട്, ചിലത് 4.7 lakhs പോകുന്നുണ്ട്. 4.6 lakhs NVIDIAയുടെ ടോപ്പസ്റ്റ് ഗ്രാഫിക് കാർഡിന്. ഫസ്റ്റ് ആയിട്ട് ഇടയ്ക്ക് വെച്ച് റൂമേഴ്സ് ഒന്നുണ്ടായിരുന്നു NVIDIAയുടെ 5090 പ്രൈസ് $5,000 വരെ റൈസ് ആവുന്ന സംഭവിച്ചിരിക്കുന്ന കേസ്. 2.5 lakhs എന്ന കാർഡാണെന്ന് ഓർക്കണം. 2.5 lakhs എന്ന കാർഡാണ് 4.5 lakhs വരെ പോയത്. എന്ത് ഇൻക്രീസ് ആണല്ലേ. ഈ 4.6 lakhs കൊണ്ട് നിങ്ങൾക്ക് കേരളത്തിലാണെങ്കിൽ റഫ്ലി എന്തൊക്കെ പറ്റുന്നല്ലോ. നിങ്ങൾക്ക് 2 യൂസ്ഡ് ഓട്ടോ എടുത്ത് അത് റെൻറ്റിന് ഓടിക്കാം. യു ക്യാൻ ബി എൻ ഓട്ടോ മുതലാളി. ഓക്കെ, ഞാൻ റഫ്ലി ജെമിനെ കൊണ്ട് ബ്രേക്ക് ഡൗൺ ചെയ്യിപ്പിച്ചായിരുന്നു. ഇറ്റ്സ് ലൈക്ക് ദിസ്. ഓക്കെ, രണ്ട് വർഷം പഴക്കമുള്ള യൂസ്ഡ് ഓട്ടോയുടെ കോസ്റ്റ് വന്നിട്ട് 3.9 lakhs ആൻഡ് RC ട്രാൻസ്ഫർ രജിസ്ട്രേഷൻ ചാർജസിന് 6,000 rupees, ഇൻഷുറൻസിന് 18,000 rupees ആൻഡ് ഇമ്മീഡിയറ്റ് സർവീസ് ചാർജസ് ഒരു 10,000 rupees, യൂണിയൻ അല്ലെങ്കിൽ സ്റ്റാൻഡ് ഫ്രീ 4,000 rupees. ടോട്ടൽ കോസ്റ്റ് വന്ന് 4,28,000 rupees. സ്റ്റിൽ ചീപ്പർ തന്നെ 5090. ഓക്കെ, ഇതൊക്കെ ചെയ്ത ശേഷം നിങ്ങൾ നെറ്റ് മന്ത്ലി പ്രോഫിറ്റ് ഒരു എസ്റ്റിമേറ്റ് ആയിട്ട് കിട്ടുന്നത് 16,800 rupees നിങ്ങൾക്ക് എല്ലാ മാസവും ഇത് വെച്ച് കിട്ടിക്കൊണ്ടിരിക്കും. റഫ്ലി 2 വർഷമാണ് ഇതിൻ്റെ ആറ് വരുന്നത്. ഒന്നി നിങ്ങൾക്ക് ഒരു 5090 വാങ്ങാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓട്ടോമൊബൈൽ ആവും ഗൈസ്. എന്ത് സമയമാണല്ലേ. അടുത്ത കേസ് RTX 5080. ഇതിൻ്റെ പ്രൈസ് ഇസ് ബിറ്റ്വീൻ 1.55 lakh to 1.8 lakhs. 1,10,000 എന്ന കാർഡാണ് 1.55 to 1.8 lakhs വരെ കയറിയത്. NVIDIA തന്നെ കാർഡ്സ് ലോഞ്ച് ചെയ്ത സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്ത കാർഡാണ് 5080. കാര്യം ഇത്രയും 80 എന്ന് പറഞ്ഞാൽ അന്നും ഇന്നൊരു NVIDIA ഫ്ലാഗ്ഷിപ്പ് സീരീസ് ആയിരുന്നു. ഓക്കെ, 1080 ഒക്കെ പണ്ടത്തെ ലെജൻഡറി കാർഡ്. അങ്ങനെ ഒരു സീരീസ് കാർഡിന് 16 GB VRAM ആണ് അവർ കൊടുത്തത്. 20 GB പോലും കൊടുത്തില്ല, 16 GB VRAM ആണ് കൊടുത്തത്. അങ്ങനെ ഒരു കാർഡിന് 1.8 lakhs ഇസ് ഫ്രിക്കിൻ വിയർഡ്. ഓക്കെ, ഈ സമയത്ത് ഈ കാർഡ് വാങ്ങുന്നത് ഇസ് ദാറ്റ് റിച്ച് ബെഗർ സ്റ്റാറ്റസ്. ഓക്കെ, കാര്യം നിങ്ങൾ ഇത്രയും പൈസ കൊടുത്ത് 2 ലക്ഷം രൂപ കൊടുത്തിട്ട് ഒരു 16 GB VRAM ഉള്ള കാർഡ് വാങ്ങുന്ന പറഞ്ഞാൽ ദറ്റ് ഇസ് ഫക്കിൻ ലജ്ജാവഹം. ഓക്കെ, ആൻഡ് എൻ്റെ റിസർച്ച് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒന്നി ഒരു 5080 വാങ്ങാം, അല്ലെങ്കിൽ യൂസ്ഡ് ഡ്യൂക്ക് 390 വാങ്ങുക. എന്നിട്ട് ഇത് കൊടുത്ത് എവിടെയെങ്കിലും ഉറപ്പിക്കാം. 16 GB VRAM 1.5 ലക്ഷം രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ പ്രൈസ് കയറ്റിയെന്നും പറഞ്ഞ് എല്ലാവരെയും കൂടെ കൊണ്ടുപോയിക്കണം കേട്ടോ, GPU മാനുഫാക്ചറേഴ്സ്. അടുത്താണ് എനിക്ക് കുറച്ചൊക്കെ റെസ്പെക്റ്റ് ഉണ്ടായിരുന്നൊരു കാർഡ്, വിച്ച് വാസ് 5070 ആൻഡ് 5070 Ti. ലോഞ്ച് ചെയ്ത സമയത്ത് കുറച്ച് ഹൈ എൻഡ് ഗെയിമേഴ്സിൻ്റെ പക്ക കാർഡായിരുന്നു. പക്ഷേ അതിൻ്റെ 5070 Ti എന്ന് പറഞ്ഞ കാർഡിൽ 16 GB VRAM ഉണ്ട് എന്ന ഒരു കുറ്റത്തിൻ്റെ പേരിൽ. ഓക്കെ, എന്ത് കാർഡിന് 12 GB 16 GB VRAM ഉണ്ട് അതിൻ്റെ പ്രൈസ് കയറ്റി പിടിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് ട്രെൻഡ്. അങ്ങനെ നോക്കുമ്പോൾ അണ്ടർ 1 lakh ഈസി ആയിട്ട് കിടന്ന ബഡ്ജറ്റ് ഗെയിമേഴ്സിൻ്റെ എന്തൂസിയാസ്റ്റിന് ഒത്തിരി ഡിയർ ആയിട്ടൊന്ന് കാർഡിൻ്റെ പ്രൈസ് 1,10,000 1,20,000 എന്നും പറഞ്ഞ് കൊണ്ടുപോയി. ഓൾ ബിക്കോസ് എല്ലാവരും വിചാരിച്ചു കുറച്ച് ബ്രോസ് 16 GB ഉള്ള ഈ കാർഡ് വാങ്ങിച്ചെങ്കിൽ രക്ഷപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ബഡ്ജറ്റ് സെഗ്മെൻറ്റിലുണ്ടായിരുന്ന നല്ലൊരു പ്രോമിസിങ്ങുള്ള ഒരു കാർഡ് ഈ മാർക്കറ്റിൽ നശിപ്പിച്ചു. പിന്നെ 5070 അതിന് 12 GB VRAM ഉള്ളതുകൊണ്ട് അതിൻ്റെ പ്രൈസ് ഒരു 60,000 നിന്ന് 80,000 വരെ കൂട്ടി, 20,000 rupees കൂട്ടി. ബേസിക്കലി 5070 Tiയുടെ പ്രൈസ് 5080യുടെ ലോഞ്ച് പ്രൈസിനേക്കാളും അവരങ്ങ് കയറ്റി. അടുത്ത കാർഡാണ് 5060 Ti 16 GB. ഒത്തിരി ആർക്കിടെക്ട്സും കണ്ടന്റ് ക്രിയേറ്റേഴ്സും സമാധാനമായിട്ട് ഉപയോഗിച്ചിരുന്ന കാർഡാണ്. ആസ് എ മാറ്റർ ഓഫ് ഫാക്ട് നമുക്ക് തന്നെ ഒത്തിരി ആർക്കിടെക്ചർ ക്ലൈൻസിൽ ഭയങ്കര നൈസായിട്ട് 1,30,000 അടിപൊളി ബിൽഡ് ഉണ്ടായിരുന്നു വിത്ത് 16 GB VRAM. ഒത്തിരി 3D ഡിസൈനേഴ്സിനും മെയിൻലി ഞാൻ വീണ്ടും പറഞ്ഞു ആർക്കിടെക്ട്സിനെ മനോഹരമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓസം കാർഡായിരുന്നത്. ആൻഡ് ഇതിൻ്റെ പ്രൈസ് വാസ് 50,000 rupees ആയിരുന്നു. 49,000 50,000 ആയിരുന്നു ഇതിൻ്റെ പ്രൈസ്. ലോഞ്ച് പ്രൈസ് അല്ല, ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രൈസ്. ആ കാർഡിന് 16 GB VRAM ഉള്ളതുകൊണ്ട് നമ്മളൊക്കെ AI സ്വന്തമായിട്ട് ലോക്കലി റൺ ചെയ്ത് രക്ഷപ്പെട്ടാലോ എന്ന് പേടിച്ച് മാർക്കറ്റ് അതിനെ അങ്ങ് കയറ്റി 70,000 rupees ആക്കി. 20,000 rupees ഇൻക്രീസ് ഫോർ ദാറ്റ് കാർഡ്. ഞാൻ അഗൈൻ പറഞ്ഞു, ഈ കാലത്ത് 16 GB VRAM ഉള്ള കാർഡ് എന്തോ കുറ്റം പോലെയാണ്. ഇതുമില്ല, നമ്മൾ വാങ്ങിച്ച് രക്ഷപ്പെട്ടാലെന്ന് പേടിച്ചിട്ട് ഈ കാർഡിൻ്റെ പ്രൈസും കയറ്റി 70,000 rupees. പിന്നെ ഇതിന് 8 GB വേരിയൻ്റ് ഉണ്ട്, അതിൻ്റെ പ്രൈസും ചെറുതായിട്ട് കൂട്ടിയിട്ടുണ്ട്. പക്ഷേ 5060 Ti 8 GB കോമ്പൻസേറ്റഡ് ഇല്ലാത്തൊരു കാർഡ്. ഐ ഡോണ്ട് ബൈ ദ കാർഡ്. അത് 8 GBയിലെ ആ പ്രൈസ് I'm not even going to talk about that card. കാര്യം അത് ഒട്ടും വർത്തില്ല. Don't even talk about that card. And finally RTX 5060. ഭയങ്കര പെർഫോമൻസ് ഇപ്പോൾ 4060 ഇല്ലായിരുന്നിട്ട് പോലും ഗെയിമേഴ്സ് ഏറ്റവും കൂടുതൽ വാങ്ങിച്ച 50 സീരീസിലെ കാർഡായിരുന്നു 5060. ഗെയിമേഴ്സിന് പുതിയ ജനറേഷൻ RTX ആണെങ്കിലും പെട്ടെന്ന് മേടിക്കുന്ന കാർഡായിരുന്നു. ഇതിൻ്റെ പ്രൈസ് എപ്പോഴും ഓർമ്മയുണ്ട് വാസ് 29,000 rupees ആയിരുന്നു ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രൈസ്. അങ്ങനെ നല്ലപോലെ ഓപ്പറേറ്റ് ചെയ്യുന്ന കാർഡിനെ ഏത് കോർപ്പറേറ്റ് കടയുടെ ഡിസിഷനാണെന്ന് എനിക്ക് അറിയത്തില്ലത്. ആ കാർഡിൻ്റെ പ്രൈസ് വന്നിട്ട് 40,000 rupees. ഒരു റിയാലിറ്റിയിൽ 5060ക്ക് 40,000 rupees കൊടുത്ത് എടുക്കുന്നത് വർത്ത് അല്ല. ഇറ്റ് നെവർ ബി വർത്ത്. കാര്യം അതിനുള്ള പെർഫോമൻസ് തരുന്നില്ല. 40,000 rupeesന് മിനിമം ഒരു 12 GB VRAM എങ്കിലും വേണം. അങ്ങനെ 12 GB VRAM 3060 അവർ കൊന്നു. ബട്ട് എന്നാലും 5060 ഒരു 8 GB കാർഡിന് 40,000 rupees ഇസ് നെവർ ഫ്രിക്കിൻ വർത്ത് ഇറ്റ്.
ഓക്കെ, ദിസ് ഇസ് കോർപ്പറേറ്റ് ഫക്കിംഗ് ഗ്രീഡ്. ലിറ്ററലി ഇതിൻ്റെ പേര് കോർപ്പറേറ്റ് ഗ്രീഡ് എന്നുള്ളതിനൊന്നും പറയില്ല. എന്താണ് കാർഡിൻ്റെ പ്രൈസ് കൂടാൻ കാര്യം? ഒരു സൈഡിൽ AI ഉണ്ട്, സത്യമാണ്. പക്ഷേ ദ മെയിൻ റീസൺ ഇസ് യു. ഓക്കെ, ഇവർ ഈ പ്രൈസ് കൂട്ടുമ്പോഴും ആൾക്കാർ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഈ പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ റിമെമ്പർ, ഇപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട സത്യം എന്ന് വെച്ചാൽ PC ഇൻഡസ്ട്രി ഇസ് എ കൺസ്യൂമർ ഡ്രിവൺ എക്കോണമി. എന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് പൈസ ഇടുന്നതുകൊണ്ടാണ് ഇൻഡസ്ട്രി ജീവിച്ചു പോകുന്നത്, അല്ലാതെ ഇതിന് സസ്റ്റൈനൻസ് ഇല്ല. സോ ഇനി എത്ര കമ്പനീസ് എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും അവർ പൈസ കൊടുക്കുന്നത് സോട്ടാക്കിനോ MSIനോ അസൂസിനോ പോലത്തെ ബ്രാൻഡ്സിനല്ല, അവർ ഡയറക്റ്റ് NVIDIA ഡീൽ ചെയ്തോളൂ. ഓക്കെ, അല്ലെങ്കിൽ അവർ ഡയറക്റ്റ് മൈക്രോണും ക്രൂഷ്യലായി ഡീൽ ചെയ്തോളൂ. ഇപ്പോഴും നമ്മുടെ പൈസ കൊണ്ട് സർവൈവ് ചെയ്യുന്നതും റൺ ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ് PC ബിൽഡിംഗ് ഇൻഡസ്ട്രി. അപ്പം ഇവർ ഡിമാൻഡ് ചെയ്യുന്ന പ്രൈസ് നമ്മൾ എങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നാൽ ആ പ്രൈസ് ഹൈക്ക് ഒരിക്കലും താഴാൻ പോകുന്നില്ല. ബിക്കോസ് ദേ നോ സപ്ലൈ ആൻഡ് ഡിമാൻഡ്. ഒരു പ്രൈസ് കൂട്ടുകൊണ്ട് ഏത് പോയിന്റ് കൺസ്യൂമേഴ്സ് പറയുന്നു ഞാനിത് വാങ്ങുന്നില്ല എന്ന് പറയുന്നു, അന്ന് പ്രൈസ് ഇടിയാൻ തുടങ്ങും. അതിൻ്റെ ഏറ്റവും വലിയ സൈൻ ഇപ്പോൾ ഓൾറെഡി കണ്ടു തുടങ്ങി. റാം പ്രൈസസ് സ്റ്റേബിലൈസ് ആയി. 30,000 to 32,000 ഒരു പാരിയർ റാം പ്രൈസിന് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ദാറ്റ് ഇസ് എ ട്രൂത്ത്. അവർക്ക് ബ്രേക്ക് ചെയ്യാൻ ഒട്ടും പറ്റുന്നില്ല. ബിക്കോസ് അതിന് മേലെ ആൾക്കാർ ആർ നോട്ട് വില്ലിംഗ് ടു പേ ഫോർ റാം. ആ ഒരു PC എടുക്കുന്ന നിർത്തി. സീരിയസ് ഫാക്ട്സ്. ഇന്റർനാഷണലി US-ലും ഇന്ത്യയിലും എല്ലായിടത്തും PC ബിൽഡിംഗ് ഇൻഡസ്ട്രിയിൽ ഒരു 45 to 50% ഡ്രോപ്പ് ഓഫ് ഉണ്ട്. പീപ്പിൾ ആർ നോട്ട് ബൈയിങ് ആൻഡ് ആർ നോട്ട് ബൈയിങ്ങിൻ്റെ ഫസ്റ്റ് ഇമ്പാക്റ്റ് ആയിരുന്നു റാമിൻ്റെ പ്രൈസ് കൂടാതിരിക്കുന്നത്. 30,000 വരെ കയറ്റി ഇവർ കൊണ്ടുപോയി, പിന്നെ കൂടാൻ പറ്റുന്നില്ല. ബിക്കോസ് പീപ്പിൾ ആർ നോട്ട് ബൈയിങ്. ആസ് ലോങ് എസ് പീപ്പിൾ സ്റ്റോപ്പ് ബൈയിങ് ഈ പ്രൈസൊക്കെ ഇടിയും. കാര്യം വീണ്ടും ഞാൻ എടുത്ത് പറയുന്നു, ദിസ് ഇസ് എ കൺസ്യൂമർ ഡ്രിവൺ എക്കോണമി. ഓക്കെ, കമ്പനീസ് ഓർഡർ ചെയ്യണമെങ്കിൽ അവർ NVIDIA അടുത്ത് പോയി ഓർഡർ ചെയ്തോളും. നമ്മൾ NVIDIA നിന്ന് നല്ല കാർഡ് വാങ്ങുന്നത്, ഈ ബ്രാൻഡ്സാണ് NVIDIA നിന്ന് കാർഡ് വാങ്ങുന്നത്. സോ അവരുടെ അടുത്ത് അവരിനി ഇവരുടെ കയ്യിലെല്ലാം കുറേ സ്റ്റോക്കുണ്ട്. അതാണ് ദ ട്രൂത്ത്. ഓക്കെ, നമ്മൾ ഈ ബ്രാൻഡ്സായിട്ട് കയറി എല്ലാവരുടെയും സ്റ്റോക്കൊക്കെ ഉണ്ട്. സോ ഈ പ്രൈസ് കൂട്ടി ആൾക്കാരെ കൊല്ലുന്നത് ഒന്നി നമുക്ക് PCs അല്ലെങ്കിൽ ഹാർഡ്വെയർ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കൊണ്ട് നിർത്തിയിട്ട് നമുക്ക് ക്ലൗഡ് സബ്സ്ക്രിപ്ഷൻ വിൽക്കാനായിരിക്കാം. പക്ഷേ അല്ലെങ്കിൽ ഇതൊരു മാസിവ് പ്രൈസ് ഫിക്സിങ്, പ്രൈസ് ഗോജിങ് മാർക്കറ്റാണ്. ഡു നോട്ട് ഫോൾ വിക്ടിം ടു ദിസ് മാർക്കറ്റ്. ഓക്കെ, സോ നിങ്ങളൊരു 3 മാസം PC എടുത്തില്ലെന്ന് പറഞ്ഞാൽ പ്രോബ്ലം എന്നെ പോലത്തെ PC സ്റ്റോർസ് കഷ്ടപ്പെടുമായിരിക്കും. പക്ഷേ പ്രൈസസ് വിൽ കം ഡൗൺ. ദാറ്റ്സ് വാട്ട്സ് ഗോണ ഹാപ്പൻ. അപ്പോൾ പ്ലീസ് ഡോണ്ട് പ്ലേ വിക്ടിം ടു ദിസ് വിയർഡ് ടൈം. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് ഭയങ്കര ആവശ്യമാണെങ്കിൽ ഗെറ്റ് യുവർ ഹാർഡ്വെയർ PC എടുക്കുക. ഞാൻ കേട്ടു ലാപ്ടോപ്സിനൊക്കെ ഭയങ്കരമായിട്ട് പ്രൈസ് കൊടുക്കില്ല, പക്ഷേ നിങ്ങൾക്ക് വേണ്ട ഹാർഡ്വെയർ എടുക്കുക. ഓക്കെ, സോ ആസ് ലോങ് ആസ് എ കൺസ്യൂമർ ഡ്രിവൺ എക്കോണമി നിങ്ങളുടെ കയ്യിലാണ് പവർ ആൻഡ് ഇറ്റ്സ് ബേസിക്കലി വാട്ട് യു ഡു വിത്ത് ഇറ്റ്. അതുകൊണ്ട് തന്നെ സ്റ്റോപ്പ് ഓവർ പേയിങ്. സോ ഇതാണ് കറണ്ട് GPU പ്രൈസസ് ആൻഡ് ഇപ്പോൾ നൗ യു നോ ബെറ്റർ. അപ്പോൾ എല്ലാ പ്രാവശ്യത്തെയും പോലെയും I will see you in the next one. Till then, this is me saying, if you love what we do here, make sure you follow us on Instagram. Our Instagram is Grigs Official. That's GRIGSOFICIAL. And if you love what we do here, then the video കാണുന്നുണ്ട്, and if you're not subscribe to our YouTube channel, because we bring you awesome high-end PC build and informative videos like this every single week. അപ്പോൾ next week കാണുന്നവരെ, this is me saying peace, boys.